ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരാധന, ദൈവവുമായിട്ടുള്ള അടിസ്ഥാന ബന്ധമാണ് ആരാധന എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് മനുഷ്യർ ദൈവത്തെ ആരാധിക്കണം. യേശു പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. സുഗാർ എന്ന പട്ടണത്തിൽ യേശുക്രിസ്തു ഒരു കിണറിനരികെ നിൽക്കുകയും അതോടൊപ്പം ശമരിയ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ വെച്ചാണ് കർത്താവായ യേശുക്രിസ്തു ശമരിയക്കാരി സ്ത്രീയോട് പറയുന്നത് ദൈവത്തെ എങ്ങനെ ആരാധിക്കണം. ദൈവം പ്രസാദിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉടലെടുക്കും. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. സത്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് യേശു സത്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാലും യേശു എന്ന സത്യത്തിലും നിറഞ്ഞു നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന അപ്പോസ്തോലന്മാരെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ, അവർ ദൈവത്തെ പാടി വാഴ്ത്തിയപ്പോൾ അവർ ബന്ധിക്കപ്പെട്ടിരുന്നു. അവർ ബന്ധിക്കപ്പെട്ട ചങ്ങലകളൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെ അവരുടെ ബന്ധനത്തിൽ നിന്നും അവർ പുറത്തു വന്നു. ഇവിടെ നമുക്ക് തരുന്ന ഒരു വലിയ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, അപ്പോസ്തലന്മാർ വളരെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. വളരെയധികം പ്രതികൂലങ്ങളിലൂടെ ആത്മീക ജീവിതം കാരണം കടന്നുപോയി. എന്നാൽ അവരെ ബന്ധിക്കപ്പെട്ട ചങ്ങലകൾ പോലും അവരുടെ ആത്മാവിലെ സത്യത്തിലുമുള്ള ആരാധനയാൽ പൊട്ടിച്ചു കളയാൻ കഴിയും. ഇവിടെ നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ ദൈവിക സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതാണ്. ആത്മാവിലും സത്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ജീവിതത്തിന്റെ ബന്ധനങ്ങളും പ്രതികൂലങ്ങളെയും തകർക്കുന്നവനാണ് ദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ബന്ധനങ്ങളെയും ഖണ്ഡിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. എരിഹോ മതിൽ ഇടിച്ചത് ദൈവമാണ്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഇസ്രായേൽ മക്കൾ എരിഹോ മതിലിനെ ചുറ്റുകയും അവർ ആ എരിഹോ മതിലിന് ചുറ്റും കാഹളം ധ്വനിക്കുകയും അതുപോലെ അവർ ആർപ്പിടുകയും ചെയ്തു. അവിടെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരമുള്ള ഒരു ദൈവത്തിലോട്ടുള്ള ആരാധന അവർക്ക് മുഴക്കുകയാണ്. ആരാധന അവിടെ മുഴകിയപ്പോൾ ആ വലിയ മതിൽ, എരിഹോ മതിൽ തകർന്നുപോയി. അങ്ങനെ അവർക്ക് മതിലിനപ്പുറത്തുള്ള വലിയ നന്മയെ കൈക്കലാക്കുവാൻ കഴിയും. അപ്പോൾ അവരുടെ നന്മയ്ക്ക് തടസ്സമായിരുന്നത് ഏറ്റവും വലിയ എരിഹോ മതിലുകളാണ്. ആ എരിഹോ മതിലിനെ തകർത്തത് ദൈവമാണ്. അവർ ആർപ്പിട്ടത് കൊണ്ട് ആ എരിഹോ മതിൽ തകർത്തു വന്നു. ഇവിടെ നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ടുള്ള പാത കാണാതെ വണ്ണം നമ്മുടെ കണ്ണിന് മുന്നിലുള്ള ചില ശക്തമായ എരിഹോ മതിലുകൾ, അതിനെ തകർക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നത്. അങ്ങനെ ആ തടസ്സങ്ങളെ തകർത്തു കഴിയുമ്പോൾ എരിഹോ മതിലിന് അപ്പുറത്തുള്ള വലിയ കനാൻ ദേശത്തിന്റെ നന്മ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. കനാൻ ദേശത്തിന് മുൻപുള്ള നന്മയെ അടച്ചു വച്ചിരിക്കുന്നത് ഒരു വലിയ മതിലായിരുന്നു. അത് പ്രതികൂലത്തെ കാണിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രതികൂലമായ എരിഹോ മതിലിന് തുല്യമായ അവസ്ഥയുണ്ടെങ്കിൽ ദൈവത്തെ ആർപ്പിട്ട് പോകും. ആരാധിക്കുമ്പോൾ ആ മതിലുകളെ ദൈവം തകർക്കും എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നും ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആ ആരാധനയിൽ ദൈവത്തിന്റെ ശക്തി നമ്മളുടെ മേൽ നിറയുകയും മുൻപോട്ടുള്ള പാതകൾക്ക് തടസ്സമായിരിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചു കളയുകയും ചെയ്യും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഈ അധ്യായത്തിലൂടെ തരുന്നത്. അതുകൊണ്ട് ഈ വചനം നമ്മളെ അനുഗ്രഹിക്കട്ടെ.